എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ടക്കയുടെ റെസിപ്പിയായിട്ടാണ്. ചില നാടുകളിൽ ഇതിനെ ഉണ്ടക്ക എന്നും ചില നാടുകളിൽ ഉണ്ടംപൊരി എന്നും ചില നാടുകളിൽ ബോണ്ട എന്നും പറയാറുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിവിടെ 2 കഷ്ണം വെല്ലം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. വെല്ലത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ഉരുകി കഴിയുമ്പം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു 6 ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട്. തീരെ ചെറിയ പഴം കേട്ടോ, അതുകൊണ്ട് 6 എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 2-3 എണ്ണം മതിയാകും. എന്നിട്ട് ഇതിനെ തൊലിയൊക്കെ കളഞ്ഞ് നടുവെ മുറിച്ചൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 5 ഏലക്കയും ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇതിനെ നല്ല പേസ്റ്റായിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ മൈദയും അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ അരച്ചു വച്ചിരുന്ന പഴത്തിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് യോജിപ്പിക്കാം. അതിനുശേഷം നേരത്തെ തണുക്കാൻ വെച്ചിരുന്ന വെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. വെല്ലം ഉരുക്കിയത് തണുത്ത് കഴിഞ്ഞപ്പം ഞാനൊരു ഗ്ലാസ്സിലേക്ക് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിനെ ഒരു അരമണിക്കൂർ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. എള്ള് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നില്ല, ഞാൻ എള്ളേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എള്ളിട്ട് മാവ് കുഴയ്ക്കുന്നതിന് മുമ്പ് ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി മാവ് കുറേശ്ശെ എടുത്ത് കയ്യിൽ ഉരുളയാക്കി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വലുതോ ചെറുതോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉരുട്ടി ഈ എണ്ണയിലിട്ട് ചുട്ടെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനേ, എന്നാലേ ഉള്ളു വെന്ത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഓരോ സൈഡും മൊരിഞ്ഞു വരുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കാം.
ഉണ്ടക്കയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല മൊരിഞ്ഞിരിക്കുന്നു, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ.